17 വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കുക. 17 വയസ്സിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ എത്തുക. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു വിധിയായിരുന്നു നടി ശോഭയുടേത്. ശോഭ KP മേനോന്റെയും അഭിനേത്രി പ്രേമയുടെയും മകളായിരുന്നു. നീലക്കുയിലൊക്കെ പ്രേമ സത്യനുമൊത്ത് അഭിനയിച്ചിട്ടുണ്ട്. 1962 സെപ്റ്റംബർ 23 ജനിച്ചു ശോഭ. മഹാലക്ഷ്മി എന്നായിരുന്നു ശോഭയുടെ യഥാർത്ഥ പേര്. തട്ടുങ്കൽ തുറക്കപ്പെടും എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചു ശോഭ. മലയാളത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റാർ ചിത്രം എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥയിലും ബാലതാരമായിരുന്നു ശോഭ. പിന്നീട് ഉത്രാട രാത്രിയിലൂടെ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഉത്രാട രാത്രിയിലൂടെ നായികയായി മാറി. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലൂടെയാണ് ശോഭ മലയാളത്തിൽ ശ്രദ്ധ നേടുന്നത്. ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു. ആ ചിത്രത്തിൽ മോഹൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ ശോഭയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഉൾക്കടലിൽ ശോഭയെ നമ്മൾ കണ്ടു. എൻ്റെ നീലാകാശം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി ശോഭ. MTയുടെ ബന്ധനം എന്ന ചിത്രത്തിലും നായികയായിരുന്നു അവർ. പിന്നീട് തമിഴിലേക്ക് എത്തി ശോഭ. ദുരൈ സംവിധാനം ചെയ്ത പശി എന്ന ചിത്രത്തിൽ നായികയായി. നേരത്തെ സിനിമാ കേരളയിൽ പറഞ്ഞ മീശ വിജയനായിരുന്നു ആ ചിത്രത്തിലെ നായകൻ. ആ ചിത്രത്തിലെ ക്യാമറാമാനായിരുന്നു ബാലു മഹേന്ദ്ര. പശി മികച്ച ചിത്രമായിരുന്നു. വലിയ ഹിറ്റായി മാറുകയും ഒരുപാട് അവാർഡുകൾ ആ ചിത്രം നേടുകയും ചെയ്തു. തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാരിൽ ലളിതയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് 17-ാം വയസ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ശോഭയ്ക്ക് ലഭിച്ചു. ഒരു നടിക്ക് ഇതിനപ്പുറം എന്ത് വേണം? ശോഭയ്ക്ക് വേണ്ടി തമിഴ് നിർമ്മാതാക്കളും സംവിധായകരും ക്യൂ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ശോഭയുടെ ജീവിതം വഴിമാറി പോയി. പശി എന്ന സിനിമയിൽ ക്യാമറാമാനായ ബാലു മഹേന്ദ്രയുമായി ശോഭ പ്രണയത്തിലായി. തന്നെക്കാൾ 10 വയസ്സിനേറെ മൂപ്പായിരുന്നു ബാലു മഹേന്ദ്രയ്ക്ക്. ബാലു മഹേന്ദ്ര ക്യാമറാമാൻ എന്ന നിലയിൽ തമിഴ് സിനിമയിൽ കടന്നു വരുന്ന കാലം. ഇരുവരും തമ്മിലുള്ള പ്രണയം വിവാഹത്തിൽ എത്തി. ശോഭയുടെ വീട്ടുകാർക്ക്, പ്രത്യേകിച്ചും അമ്മ പ്രേമയ്ക്ക് ഈ വിവാഹത്തോട് വലിയ എതിർപ്പായിരുന്നു. ബാലു മഹേന്ദ്രയ്ക്ക് നേരത്തെ ഒരു ഭാര്യ ഉണ്ടായതായി പറയപ്പെടുന്നു. എന്തായാലും ബാലു മഹേന്ദ്രയെ വിവാഹം കഴിച്ച ശേഷം ശോഭ സിനിമയിൽ അഭിനയിച്ചില്ല. ശോഭ കുടുംബിനിയായി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചു. ബാലു മഹേന്ദ്രയും ശോഭയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വേളയിൽ ശോഭയുടെ നീലച്ചിത്രം ഗൾഫ് നാടുകളിൽ പ്രചരിച്ചു. വ്യാപകമായി പ്രചരിച്ചു. ബാലു മഹേന്ദ്ര തന്നെയാണ്, ഭർത്താവായ ബാലു മഹേന്ദ്ര തന്നെയാണ് ആ നീലച്ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നിൽ എന്ന ആരോപണം ഉണ്ടായി. ശോഭ എന്തോ മദ്യമോ മയക്കുമരുന്നോ കഴിച്ച് മയങ്ങിക്കിടക്കുന്നു. ശോഭയുടെ നഗ്നമേനിയിൽ ഏതോ പുരുഷൻ പടർന്നു കയറുന്നു. അത് ഷൂട്ട് ചെയ്തത് ബാലു മഹേന്ദ്രയാണെന്ന ആരോപണം ഉണ്ടായി. പിന്നീട് തെന്നിന്ത്യൻ സിനിമാ ലോകം അറിയുന്നത് ശോഭ ആത്മഹത്യ ചെയ്തു എന്നാണ്. 1980 മെയ് 1 17-ാമത്തെ വയസ്സിൽ ശോഭ ആത്മഹത്യ ചെയ്തു. ശോഭയുടെ ആത്മഹത്യക്ക് കാരണം ബാലു മഹേന്ദ്രയാണെന്ന് ആരോപിച്ച് ശോഭയുടെ മാതാപിതാക്കൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന MGR എന്ന MG രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാനിധിക്കും പരാതി നൽകി. കേസ് അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു MGR. പക്ഷേ കേസ് അന്വേഷണം എവിടെയൊക്കെയോ വെച്ച് ഒന്നും ആകാതെ പോയി. ബാലു മഹേന്ദ്രയാകട്ടെ ശോഭയെക്കുറിച്ച് ഒരു വിലാപകാവ്യം എഴുതി.
അത്രയേറെ തനിക്ക് ശോഭയെ ഇഷ്ടമായിരുന്നുവെന്നും ശോഭ വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്നും ഒക്കെയാണ് ആ വിലാപകാവ്യത്തിൽ തെളിയുന്നത്. എന്തായാലും പിന്നീട് ബാലു മഹേന്ദ്ര വേറെ വിവാഹം കഴിച്ചു. ശോഭയുടെ ജീവിതത്തെ ആസ്പദമാക്കി KG ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രം ഇറക്കി. ആ ചിത്രം വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. ബാലു മഹേന്ദ്ര ഇന്നില്ല. തമിഴ്നാട്ടിൽ മൂന്നാം പിറയിലൂടെയും ഒക്കെ ബാലു മഹേന്ദ്ര പിന്നീട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച സംവിധായകനായി മാറി. ബാലു മഹേന്ദ്ര അന്തരിച്ചപ്പോഴും ശോഭയുടെ മരണം ബാലു മഹേന്ദ്രയെ ചൂഴ്ന്നു നിന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം.